കുഴൂർ പഞ്ചായത്തിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി ശേഖരിച്ചു വെച്ച മണ്ണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചത് വിവാദത്തിൽ. കുണ്ടൂർ 10-ാം വാർഡിലെ മണ്ണിനെ ചൊല്ലിയാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് മണ്ണ് മാറ്റാൻ ശ്രമിച്ചതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ ഭരണപക്ഷം വിവേചനം കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ച വിഷയത്തിൽ ചെയർപേഴ്സൺ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരുമാലൂർ പഞ്ചായത്തിലുള്ള സെമിനാരിയിലെ 23-26 വയസ്സുള്ള 4 വൈദ്യ വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇവർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുഴൂർ പഞ്ചായത്തിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി ശേഖരിച്ചു വെച്ച മണ്ണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചത് വിവാദത്തിൽ. കുണ്ടൂർ 10-ാം വാർഡിലെ മണ്ണിനെ ചൊല്ലിയാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് മണ്ണ് മാറ്റാനാണ് ശ്രമിച്ചതെന്നാണ് പഞ്ചായത്ത് അംഗത്തിന് വിശദീകരണം. കുഴൂർ പഞ്ചായത്തിന്റെ വിവിധ റോഡുകളിൽ അറ്റകുറ്റപ്പണികൾക്കായി ശേഖരിച്ചിരുന്ന മണ്ണ് യാതൊരു നടപടിക്രമവും പാലിക്കാതെ പഞ്ചായത്ത് അംഗം കൊണ്ടുപോയതാണ് നാട്ടുകാർ തടഞ്ഞ വിവാദത്തിലായത്. 10-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചെത്തിക്കോട് കക്കാട്ട് തറയിലേക്കാണ് മെമ്പർ മണ്ണടിക്കാൻ ശ്രമം നടത്തിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. സംഭവം വിവാദമായതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്നിവർ സ്ഥലത്തെത്തി മണ്ണ് തിരികെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിട്ടു. കുണ്ടൂർ SNDPക്ക് സമീപമാണ് പഞ്ചായത്തിന്റെ വാല്യുവേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിവിധ റോഡുകളിൽ അടിക്കുവാനുള്ള പഞ്ചായത്തിന്റെ മണ്ണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ ചെത്തിക്കോട് കക്കാട് തറഭാഗത്ത് 5ഓളം വീടുകൾ മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടായതിനാൽ രോഗികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും പ്രശ്നം വീട്ടുകാർ വാർഡ് മെമ്പറെ അറിയിക്കുകയും പഞ്ചായത്തിൽ അവിടെ മണ്ണിട്ട് സഞ്ചാരയോഗ്യമാക്കുവാനും തീരുമാനിച്ചിരുന്നുവെന്നും പഞ്ചായത്ത് വിശദീകരിക്കുന്നു. അതുകൊണ്ടാണ് മഴയില്ലാത്ത കാലാവസ്ഥയിൽ മണ്ണ് തന്റെ വാർഡിലെ പ്രശ്നബാധിത പ്രദേശത്ത് വാർഡ് മെമ്പർ കൊണ്ടുപോയതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറയുന്നത്. ഇവിടെ വാല്യുവേഷൻ നടത്തിയിട്ടില്ലാത്തതിനാൽ മണ്ണ് ഇപ്പോൾ ഇവിടെ ഇടാൻ പറ്റില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് മണ്ണ് തിരികെ കൊണ്ടുവന്നിടിച്ചത്. റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കുന്ന ജോലികൾ നടക്കുകയാണ്. പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് മണ്ണിട്ട് സഞ്ചാരയോഗ്യമാക്കുമെന്നും പ്രസിഡന്റ് മീഡിയ ടൈമിനോട് പറഞ്ഞു. ചെത്തിക്കോട് പോയിക്കാട്ടുതറ റോഡിൽ മണ്ണടിച്ചതായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിലുള്ള അഭിയോഗങ്ങളുള്ളത്. പഞ്ചായത്തിൻ്റെ ആശ്രയിച്ചിട്ടുള്ള ചെത്തിക്കോട് പോയിക്കാട്ടുതറ റോഡാണത്. ആ റോഡിലേക്ക് ഒരു 4-5 വീടുകളുണ്ട്. വീട്ടിലെ ഒരു വയസ്സായ അമ്മാമ്മ ഏകദേശം ഇപ്പോഴും രോഗാവസ്ഥയിലാണ്. അപ്പോൾ അതിൽ കടന്നു പോകണമെങ്കിൽ അത്യാവശ്യം മഴ, നിലവിൽ മഴ കൂട്ടി പിടിച്ചപ്പോൾ തന്നെ അവിടെ വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞതിൻ്റെ പേരിൽ അവിടുത്തെ മെമ്പർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് മണ്ണടിച്ച് പോകണമെന്നും. അതുപോലെ തന്നെ അവിടുത്തെ ആ റോഡുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന 2 അവിടുത്തെ സ്ത്രീകളും നമ്മോട് ആവശ്യപ്പെട്ടിരുന്നു. മഴ മാറിയിട്ട് അവിടേക്ക് മണ്ണ് അടിച്ചു തരാം. കാരണം അവിടെ നമ്മളുടെ KSTP എന്ന് വെച്ച മണ്ണ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ താഴ്ന്ന റോഡുകളിലേക്ക് അടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്നത്. എന്നാൽ ഈ റോഡിൻ്റെ എസ്റ്റിമേറ്റുകൾ എടുത്തു വരുന്നുള്ളൂ. ഒപ്പം തന്നെ അവിടെ അടിയന്തരമായിട്ട് 4-5 റോഡ് അടിക്കണമെന്ന് മെമ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർ ആരും വിളിച്ചിട്ട് കിട്ടിയില്ല. അടിയന്തരമായിട്ട് ഇന്നലെ 2 ദിവസത്തെ വെയിൽ കണ്ടപ്പോൾ മെമ്പറുടെ ചെലവിൽ തന്നെ അവിടെ നിന്നുള്ള മണ്ണ് എടുത്ത് പഞ്ചായത്തിൻ്റെ ആശ്രയിച്ചിട്ടുള്ള പൊയ്ക്കാട്ടുതറ റോഡിലേക്ക് അടിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ അത് അവിടുത്തെ ആൾക്കാരുടെ ആവശ്യമായിരുന്നു ആ റോഡിലേക്ക് മണ്ണടിച്ച് പോക്കേണ്ടത്. അതേസമയം മണ്ണ് ശേഖരിച്ചിരിക്കുന്ന പറമ്പിന്റെ സമീപത്തെ കണിയാരത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ ഈ സന്ദർഭത്തിൽ നടന്ന മണ്ണ് കടത്തിയതിൽ നാട്ടുകാർ കടുത്ത അമർഷത്തിലാണ്. റോഡിന്റെ പ്രശ്നപരിഹാരത്തിന് നാട്ടുകാർ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മീഡിയ ടൈം, മാള. വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ ഭരണപക്ഷം വിവേചനം കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ച വിഷയത്തിൽ ചെയർപേഴ്സൺ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വാർഷിക പദ്ധതി പുതുക്കുന്ന വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് T. സജീവൻ വിഷയം ഉന്നയിച്ചത്. ഭരണകക്ഷിയായ LDFിലെ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് 10 ലക്ഷം രൂപയും പ്രതിപക്ഷത്തെ BJP കൗൺസിലർമാരുടെയും ഏക കോൺഗ്രസ് കൗൺസിലറുടെയും വാർഡുകളിലേക്ക് 8 ലക്ഷം രൂപ മാത്രമാണ് നീക്കിവെച്ചത്. വാർഷിക പദ്ധതി പുതുക്കുന്ന വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് T. സജീവൻ വിഷയം ഉന്നയിച്ചത്.
പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ച വിഷയത്തിൽ ചെയർപേഴ്സൺ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വിശദീകരണത്തിനായി മുൻ ചെയർമാൻ KR ജയത്രജൻ എഴുന്നേറ്റെങ്കിലും BJP കൗൺസിലർമാർ ബഹളം വെച്ച് പ്രസംഗം തടസ്സപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഇരിപ്പിടത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളി തുടങ്ങി. ഇതോടെ ഭരണപക്ഷവും മറുമുദ്രാവാക്യം വിളി ആരംഭിച്ചു. അരമണിക്കൂറിലധിക സമയത്ത് മുദ്രാവാക്യ വിളിക്കൊടുവിൽ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇരിപ്പിടം വിട്ടു. തുടർന്ന് BJP കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അതേസമയം 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതം കുറവാണെന്നും മറ്റുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് BJP കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നടത്തുന്ന ഗുണ്ടായിസം തിരിച്ചറിയണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനൽ എന്നിവർ പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അതിരപ്പള്ളിയിൽ 5 ഏക്കർ സ്ഥലത്തെ കൃഷി കാട്ടാന നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വെട്ടിക്കുഴിയിലുള്ള പൊറായി വർഗീസ്, പൊറായി ബെന്നി, കാവുങ്ങ ആന്റണി എന്നിവരുടെ വീട്ടുപറമ്പിലാണ് കാട്ടാന ഇറങ്ങി വലിയ തോതിൽ കൃഷി നശിപ്പിച്ചത്. 300ഓളം വാഴ, അടക്കാമരം, തെങ്ങ് എന്നിവ ആന നശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്നത്. ഈ രാത്രിയിൽ തന്നെ പീലാർമുടിയിൽ മാൻചത്ത് വീണെങ്കിലും തൊട്ടടുത്ത ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉണ്ടെങ്കിലും കിലോമീറ്ററുകൾ അകലെയുള്ള കൊന്നക്കൊടി ബീറ്റിൽ നിന്നും നടപടിക്ക് വനപാലകർ എത്തണം. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വനവകുപ്പ് മന്ത്രിക്കും ചാലക്കുടി DFOയ്ക്കും അപേക്ഷ നൽകിയെങ്കിലും തീരുമാനം നീണ്ടുപോവുകയാണ്. വന്യമൃഗശല്യം മൂലം കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ശാശ്വത പരിഹാര നടപടികൾ വേഗത്തിലുണ്ടാകണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മാണ ജോലികൾ നടത്തി അവ എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് കൃഷിനാശം നേരിട്ട സ്ഥലം സന്ദർശിച്ച കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MD വർഗീസ്, കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MO ജോൺസൺ, സെക്രട്ടറിമാരായ റിൻസൻ മണവാളൻ, TL ദേവസി, പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം KM ജോസ്, ബൂത്ത് പ്രസിഡന്റ് VA ജോസ് എന്നിവർ ചാലക്കുടി DFOയോട് ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൃഷിനാശം നേരിട്ട സ്ഥലം സന്ദർശിച്ചില്ലെന്ന് കർഷകർക്ക് പരാതിയുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കരുമാലൂരിൽ H1N1 സ്ഥിരീകരിച്ചു. കരുമാലൂർ പഞ്ചായത്തിലെ സെമിനാരിയിലുള്ള 23ഉം 26ഉം വയസ്സുള്ള 4 വൈദിക വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇവർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. മുകേഷാണ് രാജിവെച്ചത്. LDFിലെ മുൻധാരണ പ്രകാരമാണ് രാജി. 3.5 വർഷം കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. മാളയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ച് അപകടം. കാർ പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. മാള പട്ടാളപ്പടിയിൽ ഇന്ന് രാവിലെ 8:45ഓടെയാണ് അപകടം നടന്നത്. കുഴിക്കാട്ടുശ്ശേരി സ്വദേശിയായ ഡോക്ടർ എടവനക്കാട് ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ റോഡിന് സമീപത്തെ മതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ സഹായത്തോടെ ക്രെയിൻ എത്തിച്ച് വാഹനം റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വെള്ളാങ്കല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപയും വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M മുകേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രധാന അധ്യാപിക AK ഷീബ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രസന്ന അനിൽകുമാർ, അസ്മാബി ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ GO ഡേവിസ് പാറേക്കടൻ, വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ വർഷ പ്രവീൺ, TK ഷറഫുദ്ദീൻ, PTA പ്രസിഡന്റ് ലതിക ഷൈജൻ, OSA പ്രതിനിധി KV ഉണ്ണികൃഷ്ണൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് LSGD വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയ OR എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, ജനപ്രതിനിധികൾ, PTA അംഗങ്ങൾ, സ്കൂൾ ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബാലസൗഹൃദ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അന്നമനട ഗ്രാമപഞ്ചായത്തിൽ കുട്ടികൾക്കായി ബജറ്റ് അവതരിപ്പിച്ചു. ഗർഭാവസ്ഥ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തോടൊപ്പം കലാകായിക വിദ്യാഭ്യാസ മേഖലകളിലെ ഉന്നതിയും ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന ബജറ്റ് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അവതരിപ്പിച്ചു. ബാലവയോജന സൗഹൃദമാക്കൽ 9 ലക്ഷം രൂപ, എലിയാൻകുടി ആയുർവേദ ആശുപത്രി ബാലസൗഹൃദമാക്കൽ 50,000 രൂപ, ആയുർവേദ ആശുപത്രിക്ക് മരുന്ന് വാങ്ങൽ, അത് കുട്ടികളുടെ വിളർച്ച പരിഹരിക്കുന്ന രുധിരം ഉൾപ്പെടെയുള്ള പദ്ധതികൾ, കുട്ടികൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളിൽ 15 ലക്ഷം രൂപ,
NLPS പോത്തുശ്ശേരി ടോയ്ലറ്റ് നിർമ്മാണം 6 ലക്ഷം രൂപ. കളക്ടേഴ്സ് സെറ്റ് സ്കൂൾ 1 ലക്ഷം രൂപ. SC വിദ്യാർത്ഥികൾക്ക് മേശ കസേര 3 ലക്ഷം രൂപ. SC വിദ്യാർത്ഥികൾക്ക് പഠനമുറി 7 ലക്ഷം രൂപ. അംഗൻവാടി പോഷകാഹാരം 30 ലക്ഷം രൂപ. ഭിന്നശേഷി സ്കോളർഷിപ്പ് 17 ലക്ഷം രൂപ. ഭിന്നശേഷിക്കാർക്ക് സഹായോപകരണ വിതരണം 2,50,000 രൂപ. അംഗൻവാടികളിൽ ഔഷധത്തോട്ടം 3 ലക്ഷം രൂപ. ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം നമുക്ക് സ്റ്റേറ്റ് ഷെയർ കിട്ടിയതാണ് 1,25,00,000. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ്, വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, പഞ്ചായത്ത് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ സമഗ്ര വികസന പ്രവർത്തനത്തിനും കുട്ടികൾ ഉൾപ്പെടെ ക്രിയാത്മക പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. അതിജീവനം, വികസനം, സംരക്ഷണം, പങ്കാളിത്തം മേഖലകളിലായി 40 കോടി 7,88,000 രൂപയാണ് കുട്ടികൾക്കുള്ള ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി സിനി ബെന്നി സ്ഥാനമേറ്റു. LDFിലെ മുൻ ധാരണപ്രകാരം കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് CPIഎമ്മിലെ ജിജു മാടപ്പള്ളി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് CPIയിലെ സിനി ബെന്നിയെ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അപ്പോൾ ഇന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ജെമിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെ വളരെ വലിയ ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ഇതിനു മുമ്പ് നമ്മുടെ ബിജു മെമ്പർക്ക് കൊടുത്ത പോലെയുള്ള സ്നേഹവും സഹകരണവും സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പ്രത്യേകം പറയാനുള്ളത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ ജൻശിക്ഷൻ സംസ്ഥാൻ തൊഴിൽ പരിശീലനത്തിന് അന്നമനട ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉഷാദേവി JSS കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. CDS ചെയർപേഴ്സൺ ലയ അരവിന്ദ്, വൈസ് ചെയർപേഴ്സൺ മീര സുനിൽ, സിന്ധു എന്നിവർ സംസാരിച്ചു. പുത്തൻവേലിക്കര തേരത്തുരുത്ത് ഗ്രാമിക സ്വാശ്രയ സംഘം 10ാമത് വാർഷികവും കുടുംബ സംഗമവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോഷി ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമിക പ്രസിഡന്റ് PA സത്യൻ അധ്യക്ഷനായി. TK ദിലീപ് കുമാർ, ജിസിൻ രാജ്, MC ശിവൻ, AC പ്രസാദ്, ബാബു ആലുവ, BK സുബ്രഹ്മണ്യൻ, PK ഗണേശൻ എന്നിവർ സംസാരിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ബാബു ആലുവ, മേക്കപ്പ് ആർട്ടിസ്റ്റ് BK സുബ്രഹ്മണ്യൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ അയ്യന്തോൾ കോടതിയിൽ നിന്നും പ്രതി രക്ഷപ്പെട്ടു. വിയൂർ ജയിലിൽ നിന്ന് അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന പ്രതിയായ ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷൻ പെരേരയാണ് ചാടിപ്പോയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശത്താക്കി നഗ്നചിത്രം കൈക്കലാക്കി പ്രചരിപ്പിച്ച കേസിലെ പ്രതിക്ക് 8 വർഷം തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പറവൂർ എടവനക്കാട് ഇല്ലത്തുപടി പാലക്കൽ നിഖിലിനാണ് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത്. പിഴത്തുക അതിജീവിതയുടെ പുനരധിവാസത്തിന് നൽകും. പിഴ അടച്ചില്ലെങ്കിൽ പ്രതി 6 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും ജഡ്ജി TK സുരേഷ് ഉത്തരവിട്ടു. 2021 മാർച്ചിലാണ് പ്രതി പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. തുടർന്ന് പ്രണയം നടിച്ച് പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ വാട്സാപ്പ് വഴി കൈക്കലാക്കി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഞാറക്കൽ പോലീസ് ആണ് കേസെടുത്തത്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ഉജ്ജ്വല വാഗ്മിയുമായിരുന്ന ഉഴവൂർ വിജയന്റെ 7ാം ചരമവാർഷികത്തോടനുബന്ധിച്ച NCPS കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി E. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് AR സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. K. ഷംസുദ്ദീൻ, ഗീത MM വഹാബ്, KK സലീം എന്നിവർ സംസാരിച്ചു. പറവൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റായി NS സുനിൽകുമാർ ചുമതലയേറ്റു. CPM ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും EMS സാംസ്കാരിക പഠന കേന്ദ്രം ജനറൽ സെക്രട്ടറിയുമാണ്. 1982 മുതൽ തുടർച്ചയായി ബാങ്ക് ഭരണം LDFിന്റെ നിയന്ത്രണത്തിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
കുഴൂർ പഞ്ചായത്തിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി ശേഖരിച്ചു വെച്ച മണ്ണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചത് വിവാദത്തിൽ. കുണ്ടൂർ 10-ാം വാർഡിലെ മണ്ണിനെ ചൊല്ലിയാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് മണ്ണ് മാറ്റാൻ ശ്രമിച്ചതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ ഭരണപക്ഷം വിവേചനം കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ച വിഷയത്തിൽ ചെയർപേഴ്സൺ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരുമാലൂർ പഞ്ചായത്തിലുള്ള സെമിനാരിയിലെ 23-26 വയസ്സുള്ള 4 വൈദ്യ വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇവർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.